നിങ്ങൾ ഇതുവരെ നീറ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാവട്ടെ, ഇതുവരെ ഒരു പ്രിപ്പറേഷൻ ചെയ്യാത്തവരാവട്ടെ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നവരായിക്കോട്ടെ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കാത്തവരായിക്കോട്ടെ, എങ്ങനെയുള്ള ആളായിരുന്നാലും, നിങ്ങൾ +2 സ്റ്റുഡൻ്റ് ആയിരുന്നാലും, നിങ്ങൾ റിപ്പീറ്റർ ആയിരുന്നാലും, നിങ്ങൾക്ക് നീറ്റ് 2022 ക്രാക്ക് ചെയ്യാൻ നിർബന്ധമായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഡോപ്പ ക്യാപ്സ്യൂൾ 2.0. എന്തുകൊണ്ട് ഡോപ്പ ക്യാപ്സ്യൂൾ 2.0 നിങ്ങളുടെ കൂടെ വേണം എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ. സോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണേണ്ടതുണ്ട്. ആൻഡ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഡോപ്പ ക്യാപ്സ്യൂൾ 2.0യിൽ എന്തെല്ലാമാണുള്ളത് നിങ്ങൾക്കറിയാം. വെറും 2 മണിക്കൂറിന്റെ വീഡിയോ ക്ലാസ്സുകളാണ് ഡോപ്പ ക്യാപ്സ്യൂൾ 2.0യിൽ നിങ്ങൾക്ക് കാത്തിരിക്കുന്നത്. 2 മണിക്കൂർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങൾ മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല ഡോപ്പ ക്യാപ്സ്യൂളിന്റെ രീതി. 2 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, 100% കണ്ടന്റ്സ്, 100% സമ്മറി, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സപ്പോസ് നിങ്ങളൊരു റിപ്പോർട്ടർ ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ കഴിഞ്ഞ ജൂണിലോ കഴിഞ്ഞ ജൂലൈയിലോ പഠിച്ച പാഠഭാഗങ്ങൾ, ഫിസിക്സിന്റെ വലിയ പോർഷൻസ്, അതൊക്കെ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് തരുന്നു എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ടതാണ്. ആൻഡ് ഈ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടിയിട്ടാണ്. ഇംഗ്ലീഷിലുള്ള റെക്കോർഡഡ് വീഡിയോസിന്റെ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് ഇന്റഗ്രേറ്റഡ് ലൈവ് സെഷൻസ് ആണ്. 2-3 ചാപ്റ്റേഴ്സ് കമ്പൈൻ ചെയ്ത് ഡോപ്പയിലെ അടിപൊളി ഫാക്കൽറ്റീസ് ആൻഡ് അടിപൊളി ഡോക്ടേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്ന ഇന്റഗ്രേറ്റഡ് ലൈവ് സെഷൻസ് കംപ്ലീറ്റ്ലി മലയാളത്തിലായിരിക്കും. നിങ്ങൾക്ക് അത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഫാക്കൽറ്റീസിനോട് നേരിട്ട് തന്നെ ചോദിച്ചിട്ട് എല്ലാ കൺസെപ്റ്റും, എല്ലാ ഏരിയാസും, എല്ലാ കീ ഏരിയാസും അടിപൊളിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഇന്റഗ്രേറ്റഡ് ലൈവ് സെഷൻസ് നിങ്ങൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഡോപ്പയുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന പോലെ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാം തന്നെയാണ്. മെന്റർഷിപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കോ കഴിഞ്ഞ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു മെഡിക്കോ മെന്റർ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഒരു ചേട്ടനായി, നിങ്ങളുടെ ഒരു സഹയാത്രികനായി നിങ്ങളുടെ മെഡിക്കൽ കോളേജിന്റെ ഗേറ്റ് വരെ കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ഓരോ പോയിന്റിലും നിങ്ങളുടെ പ്രോഗ്രഷൻ എന്താണ്, നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ആൻഡ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്തെല്ലാമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡൗട്ട് ഉണ്ടാവും, 2-2.5 മാസം കൊണ്ട് എങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്യാമെന്ന്. അതൊരു മാജിക് ആണ് മക്കളെ. ആ മാജിക് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സ്ട്രാറ്റജീസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന മെഡിക്കോ മെന്റർ ആൻഡ് മെന്റർഷിപ്പ് പ്രോഗ്രാം, അതാണ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. ഇതിനൊക്കെ പുറമെ ഡോപ്പയിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഷെഡ്യൂളിംഗ് ആണ്. നിങ്ങൾ ആരും കൊതിച്ചു പോകുന്ന രീതിയിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായി ആ ഷെഡ്യൂളിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുക എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ആ അടിപൊളി ഷെഡ്യൂൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയേണ്ടത് നമുക്ക് ആ ഷെഡ്യൂൾ കണ്ടു നോക്കാം. സോ ഇതാണ് നമ്മൾ പറഞ്ഞ ഡോപ്പ ക്യാപ്സ്യൂളിന്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആ ഷെഡ്യൂൾ. നമ്മൾ മെയ് മാസത്തിൽ 5-ാം തീയതി മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഒപ്റ്റിമം ടൈം പീരീഡ് ആണ് 2.5 മാസം സമയം പീരീഡ്. അതായത് ജൂണിലും ജൂലൈയിലുമായി കൃത്യമായ 2.5 മാസത്തെ കൃത്യമായ സ്റ്റഡി പാറ്റേൺ, കൃത്യമായ സ്റ്റഡി ഷെഡ്യൂൾ. ഈ ഷെഡ്യൂളിലൂടെ നിങ്ങൾ ചുരുങ്ങിയത് 4, 5, 6, 7 തവണയെങ്കിലും എല്ലാ പാഠഭാഗങ്ങളും റിവൈസ് ചെയ്യുന്നുണ്ടാവും. സോ ഇത്രയും എഫക്റ്റീവായ, ഇത്രയും ഒപ്റ്റിമമായ റിവിഷൻ ഷെഡ്യൂൾ നമുക്ക് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരിടത്തും ലഭ്യമാവില്ല എന്നുള്ളതാണ്. ഈ ഷെഡ്യൂളിൽ എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നല്ലേ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ, ഡോപ്പയിലെ നമ്മൾ ഓരോ ഡോക്ടർമാരും ഇരുന്ന് കൂടി ആലോചിച്ച് നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന ഓരോ ചാപ്റ്റേഴ്സ് 3 ചാപ്റ്ററിൻ്റെ സെറ്റുകളാക്കി തിരിച്ചിട്ടുണ്ട്. 3 ചാപ്റ്റർ ആയിരിക്കും ഒരു സെറ്റിൽ ഉണ്ടാവുക. സോ ഇത്തരത്തിൽ നമുക്ക് 33 മുഴുവൻ സെറ്റുകൾ ഉണ്ടാവും. സോ ഈ 33 സെറ്റുകളെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഓരോ ദിവസം ഓരോ സെറ്റുകൾ എന്നുള്ള നിലയിലാണ്. സോ ഏറ്റവും അടുത്തിട്ടുള്ള, ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഒരു സെറ്റിൽ 3 ചാപ്റ്റർ ആയിരിക്കും ഉണ്ടാവുക, ഏറ്റവും റിലേറ്റഡ് ആയതായിരിക്കും. സോ 1ാമത്തെ ദിവസം നിങ്ങൾക്ക് ഒരു സെറ്റ് ആയിരിക്കും പഠിക്കാനുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മെയ് 5-ാം തീയതി എന്ന് പറഞ്ഞ ദിവസം നമ്മൾ സെറ്റ് 17 +1 ചാപ്റ്റേഴ്സ് വെച്ചിട്ടാണ് തുടങ്ങുക. പിന്നീട് സെറ്റ് 18, പിന്നെ സെറ്റ് 19, പിന്നെ സെറ്റ് 20, സെറ്റ് 21. സോ ആ ഒരു നിലയിൽ നമ്മൾ സെറ്റുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എൻ്റെ മേളിൽ കണ്ടോ എക്സാം 17 പോകുന്നത് ഈ 17 ഉണ്ടാവും. സോ സെറ്റ് 17 പഠിക്കുന്ന അതേ ദിവസം തന്നെ നിങ്ങൾക്ക് സെറ്റ് 17ൻ്റെ എക്സാം, 3 ചാപ്റ്ററിൻ്റെ എക്സാം ഉണ്ടാവും. ചെറിയ എക്സാം ആയിരിക്കും. ഓരോ ചാപ്റ്ററിൽ നിന്നും 20 ചോദ്യം വെച്ചിട്ടുള്ള 60 ചോദ്യത്തിൻ്റെ 1 മണിക്കൂറിൻ്റെ മിനി എക്സാം, ഷോർട്ട് എക്സാം ആയിരിക്കും ഉണ്ടാവുക. സോ അതത് ദിവസങ്ങളിൽ തന്നെ ഉണ്ടാവും. സോ അടുത്ത ദിവസം സെറ്റ് 18 പഠിക്കുക, സെറ്റ് 18ൻ്റെ എക്സാം എഴുതുക, സെറ്റ് 19 പഠിക്കുക, സെറ്റ് 19ൻ്റെ എക്സാം എഴുതുക, 20യുടെ എക്സാം, 21ൻ്റെ എക്സാം. സോ ആ ഒരു നിലയിലായിരിക്കും നമ്മൾ പോവുക. സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു ദിവസം കൊണ്ട് 3 ചാപ്റ്റർ പഠിക്കാൻ പറ്റുമോ എന്നല്ലേ? സോ അതിന് നമ്മുടെ കയ്യിൽ കൃത്യമായ സ്ട്രാറ്റജി ഉണ്ട്. സോ എങ്ങനെയാണ് ഈ 3 ചാപ്റ്ററുകളെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെ ഇത് എഫക്റ്റീവായിട്ട്
ഉള്ള സമയം കൊണ്ട് തീർക്കാം എന്നുള്ളത് നമ്മൾ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂം ഗ്രൂപ്പുകളിൽ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. സോ അതിനുശേഷമുള്ള ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗ്രാൻഡ് എക്സാം ആണ് നീറ്റ് മോഡൽ എക്സാം. ഒന്നാമത്തെ നീറ്റ് മോഡൽ എക്സാം നടക്കുന്നു സെറ്റ് 17 മുതൽ സെറ്റ് 21 വരെയുള്ള ദിവസങ്ങൾ. 15 ചാപ്റ്റേഴ്സിൻ്റെ ഒരു നീറ്റ് മോഡൽ എക്സാം, കറക്റ്റ്ലി 200 ക്വസ്റ്റ്യനും 3 മണിക്കൂറുമുള്ള നീറ്റ് എങ്ങനെയാണോ നടക്കുക ആ ഒരു രീതിയിലുള്ള എക്സാം ആയിരിക്കും. അടിപൊളിയായിട്ട് നിങ്ങൾ ആ ഒരു ദിവസം പഠിച്ചെഴുതുക. 15 ചാപ്റ്റർ നമ്മുടെ കൈവെള്ളയിലേക്ക്, വെറും കൈവെള്ളയിലേക്ക് സിമ്പിളായിട്ട് എത്തും. സോ ഇതോടൊപ്പം തന്നെയായിരിക്കും നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ലൈവ് സെഷൻസ് നടക്കുക. സോ ഫാക്കൽറ്റീസ് ആയിട്ട് ഡയറക്റ്റ്ലി ഇൻറ്ററാക്ട് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെയുള്ള അവസരങ്ങളുണ്ടാവും. സോ ആ ഗ്രാൻഡ് റിവിഷൻ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം സെറ്റ് 22, 23, 24, 25 അങ്ങനെ 5 സെറ്റുകളും ഓരോ സെറ്റിൻ്റെയും ഷോർട്ട് എക്സാമുകളും കടന്നു വരികയാണ്. അതിനുശേഷം തൊട്ടടുത്ത ഗ്രാൻഡ് റിവിഷൻ എക്സാം വരികയാണ്. സോ ഇങ്ങനെ 5 സെറ്റുകൾ, 5 സെറ്റിൻ്റെ ഗ്രാൻഡ് റിവിഷൻ എക്സാം എന്നുള്ള നിലയിൽ വളരെ അടിപൊളിയായിട്ടാണ് പോവുക. ആൻഡ് ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചേ മതിയാവും. നിങ്ങൾ ഈ ഒരു സാധനങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചെടുത്ത് തീരുന്ന രീതിയിലാണ് നമ്മുടെ ബാക്കി സ്ട്രാറ്റജീസ് നമ്മൾ വെച്ചിട്ടുള്ളത്. സോ ആ സ്ട്രാറ്റജീസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ അടുത്തേക്ക് വന്നാൽ മാത്രം മതി. നമ്മൾ പറഞ്ഞു തരും നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓരോ മെൻറ്റർമാരും ഓരോ അക്കാഡമീഷ്യന്മാരും ടോപ്പിലുള്ളവർ നമ്മളെ കുട്ടികൾക്ക് ആ സ്ട്രാറ്റജീസ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. സോ ഇത്തരത്തിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ജൂൺ 12-ാം തീയതി നമ്മുടെ സെറ്റ് എക്സാമുകൾ ഇനീഷ്യൽ റൗണ്ട് തീരാണ്. ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മെയ് 5-ന് തുടങ്ങുന്ന ഈ ഷെഡ്യൂളാണ് നിങ്ങളുടെ നീറ്റ് എക്സാമിന് പഠിക്കാനുള്ള ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള റിവിഷൻ ഷെഡ്യൂൾ. ഇതിനപ്പുറത്തേക്കോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഐഡിയൽ റിവിഷൻ ഷെഡ്യൂൾ അല്ലെങ്കിൽ ഒപ്റ്റിമം റിവിഷൻ ഷെഡ്യൂൾ കിട്ടില്ല. സോ പരമാവധി ആളുകൾ ഈ മെയ് 5-ന് ഇവിടെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണം, അല്ലെങ്കിൽ അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. സോ സെറ്റ് 16 കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ടോട്ടൽ ചാപ്റ്റേഴ്സിൻ്റെ ഒരു നീറ്റ് മോഡൽ എക്സാം ഉണ്ട്. അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം ഉഷാറായി വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾക്കുള്ള ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഡോപ്പ ക്യാപ്സ്യൂളിലെ എലമെൻ്റാണ് വരിക മാരത്തൺ എക്സാമുകൾ. മാരത്തൺ എക്സാമുകൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം. പക്ഷേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഒരു സബ്ജക്റ്റ് ആദ്യം മുതൽ അവസാനം വരെ തുടർച്ചയായ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് മാരത്തൺ എക്സാംസിൻ്റെ പ്ലാൻ. നമ്മൾ ഒരു ദിവസം 5 പരീക്ഷകളാണ് ഉണ്ടാവുക. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ജൂൺ 14-ാം തീയതി ബയോളജി മാരത്തൺ എക്സാമിൻ്റെ ഡേ 1 ആണ്. അന്ന് 5 പരീക്ഷകളുണ്ടാവും. തൊട്ടടുത്ത ദിവസം ജൂൺ 15-ാം തീയതി അതിൻ്റെ ഡേ 2 ഉണ്ട്. സോ അന്നും 5 പരീക്ഷകളുണ്ടാവും. സോ ഇത്തരത്തിലുള്ള 10 പരീക്ഷകളിലൂടെ ബയോളജിയോടുള്ള എല്ലാ ചാപ്റ്ററും +1 ഉം +2 നമ്മൾ റിവൈസ് ചെയ്യാണ്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ബയോളജിയുടെ ഫുൾ ടോപ്പിക് എക്സാം ആണ്. സോ ബയോളജി നമ്മൾ കവർ ചെയ്ത് കംപ്ലീറ്റ്ലി കൈവെള്ളയിൽ ഒതുക്കി നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. തൊട്ടടുത്ത ദിവസത്തിലേക്ക് നമ്മൾ പോകുന്നത് കെമിസ്ട്രി മാരത്തൺ എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ 2 ദിവസം കൊണ്ട് നിങ്ങൾ കെമിസ്ട്രിയുടെ ചാപ്റ്റേഴ്സ് 10 എക്സാമുകൾ, ഓരോ എക്സാമിലും 3 ചാപ്റ്റർ എന്നുള്ള നിലയിൽ നിങ്ങൾ റിവൈസ് ചെയ്താണ് പോവുക. സോ അത്രയും കാര്യങ്ങൾ റിവൈസ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ഫുൾ ടോപ്പിക് എക്സാം ഉണ്ടാവും. അതിൻ്റെ അടുത്ത ദിവസം ഫിസിക്സിൻ്റെ ഫുൾ ടോപ്പിക് എക്സാം ആണ്. ഫിസിക്സ് മാരത്തൺ എക്സാംസും ഫിസിക്സ് ഫുൾ ടോപ്പിക് എക്സാമാണ് വരാനുള്ളത്. അതിനുശേഷമാണ് നമ്മൾ അടുത്ത വേറൊരു ടൈപ്പ് ഓഫ് റിവിഷനിലേക്ക് നിങ്ങളെ എല്ലാം കൂടി സമ്മറൈസ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ജൂൺ 23-ാം തീയതി +1-ന്റെ മാരത്തൺ എക്സാം നടക്കുകയാണ്. +1-നുള്ള എല്ലാ ടോപ്പിക്കുകളും ഇതുപോലെ മാരത്തണായി ഡിവൈഡഡ് എക്സാമുകളായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ആൻഡ് ഈ സാധനങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് പഠിക്കാനുള്ള മെത്തേഡ്സും സ്ട്രാറ്റജീസും കൂടി നമ്മൾ പറഞ്ഞു തരും. നമ്മുടെ മെൻറ്റേഴ്സും ഞാനും നമ്മൾ എല്ലാവരും ചേർന്നിട്ടാണ് പഠിക്കുക. അടിപൊളിയായിട്ട് പഠിച്ച് തീർക്കും. തൊട്ടടുത്ത ദിവസം +1-ന്റെ ഫുൾ ടോപ്പിക് എക്സാം, അതായത് നീറ്റ് സിലബസിൻ്റെ പകുതിയുടെ ഫുൾ ടോപ്പിക് എക്സാം നമ്മളവിടെ തീർക്കുകയാണ്. അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് കാണാൻ പറ്റും അടിപൊളിയായിട്ട് നമ്മൾ +2-ന്റെ മാരത്തൺ എക്സാം എഴുതാൻ പോവാണ്. സോ ഇതൊക്കെ പോസിബിൾ ആണോ, ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഞാൻ പഠിക്കും, ഞാൻ നീറ്റ് നേടും എന്ന് വിശ്വസിക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമാണ്. ഡെഫിനറ്റ് ആയിട്ട് നീറ്റ് നേടുന്നതിനെങ്കിൽ അതിൻ്റെതായ എഫേർട്ട് എടുക്കണം. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെന്ന് നമുക്കറിയാം. അങ്ങനെ തയ്യാറാവുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഡോപ്പ ഉള്ളത്. അങ്ങനെ തയ്യാറാവുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഡോപ്പ ഉള്ളത്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നമ്മൾ ചെയ്തു തരും. +2 മാരത്തൺ എക്സാമിന് ശേഷം കണ്ടു നോക്കൂ കുട്ടികളെ, +2 ഫുൾ ടോപ്പിക് എക്സാമാണ് ഉണ്ടാവുക. ഒരു ദിവസത്തെ ബ്രേക്ക്. സോ നമ്മൾ +1 ഫുൾ ടോപ്പിക് എക്സാമും +2 ഫുൾ ടോപ്പിക് എക്സാം എഴുതി ഒരു ദിവസത്തെ ബ്രേക്കിന് ശേഷം പിന്നെ അങ്ങോട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി നീറ്റ് മോഡൽ എക്സാമുകളാണ്. ഒരുപാട് നീറ്റ് മോഡൽ എക്സാമുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ നീറ്റ് മോഡൽ എക്സാംസ് ഓരോ ദിവസവും നീറ്റ് മോഡൽ എക്സാമാണ്. സോ ഇവിടേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലാ ദിവസവും ഒരു ദിവസം കൊണ്ട് എല്ലാ ചാപ്റ്ററും പഠിച്ചിട്ട് നമ്മൾ എഴുതാണോ? ഒരിക്കലും അല്ല. ഒരു ദിവസം കൊണ്ട് നമ്മളൊരു സിംഗിൾ യൂണിറ്റ് ആയിരിക്കും കവർ ചെയ്യുക. അത് ഞാൻ പറയുന്നത് അതും ഡോക്ടറുടെ സ്പെഷ്യൽ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ഓരോ ദിവസം ഏതെല്ലാം യൂണിറ്റുകളാണ് കവർ ചെയ്യേണ്ടത്, ഏതെല്ലാമാണ് ഡു ഓർ ഡൈ ചാപ്റ്റേഴ്സ്, ഏതെല്ലാമാണ് എത്രയും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ്, എങ്ങനെയാണ് അത് കവർ ചെയ്യേണ്ടത് അതത് സമയങ്ങളിൽ. ഞാൻ ഈ പറയുന്നത് ജൂൺ 28, ജൂൺ 29, ജൂൺ 30 ദിവസങ്ങളാണ്. അത് സമയങ്ങളിൽ നമ്മൾ അതിൻ്റെ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്ത് തരുന്നുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആവുക, വർക്ക് ചെയ്യാൻ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ കൂടെ വരിക. നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സ്ട്രാറ്റജീസും നമ്മൾ പറഞ്ഞുതരും. സോ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ കൂടെ നിൽക്കുക, നമ്മൾ പറയുന്ന സ്ട്രാറ്റജി കേൾക്കുക, അങ്ങനെ ഇരുന്ന് പഠിക്കുക. അങ്ങനെ ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്കുള്ളതാണ് വിജയം മക്കളെ. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല.
അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ജൂലൈ മാസത്തിൽ ഫുള്ള് മോക്ക് എക്സാംസ് ആണ്. അതിൽ വളരെ സ്പെഷ്യലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഡോട്ട് എക്സാമുകൾ വരുന്നുണ്ട്. കാണുന്നുണ്ടോ? നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ജൂലൈ 8-ാം തീയതി, ജൂലൈ ഇവിടെ നമുക്ക് കാണാൻ പറ്റും 10-ാം തീയതി, 12-ാം തീയതി, 14-ാം തീയതിയൊക്കെ ഡോട്ട് എക്സാമുകൾ വരുന്നുണ്ട്. ഡോട്ട് എക്സാം എന്നാൽ ഡോപ്പ ഓഫ്ലൈൻ ടെസ്റ്റ് ആണ്. നിങ്ങൾ ഓൺലൈനിലെ കുട്ടിയാണെങ്കിലും എവിടുത്തെ കുട്ടിയാണെങ്കിലും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടിയാണെങ്കിലും നീറ്റ് പോലെ തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് ഓഫ്ലൈൻ ടെസ്റ്റ് എഴുതാനുള്ള അവസരമാണ് ഉണ്ടാവുക. കറക്റ്റ്ലി നീറ്റ് മോഡൽ എക്സാം ആയിരിക്കും. നമ്മുടെ പേരൻസ് ആയിരിക്കും നമ്മുടെ ഇൻവിജിലേറ്റർ. അത്ര അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നീറ്റ് എക്സാമിനേഷൻ ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. കാരണം അത്രയധികം നിങ്ങളെ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ് ഡോട്ട് എക്സാം. അത്രയും സയന്റിഫിക് ആയി അത്രയും എക്സാം പാറ്റേണിലൂടെ സ്ട്രിഞ്ചന്റ് ആയിട്ട് കടന്നു പോകുന്ന സാധനമാണ്. ഈ നീറ്റ് 5 ഡോട്ട് എക്സാമും കൂടി എഴുതിയതിന് ശേഷമാണ് നമ്മൾ ജൂലൈ 17-നുള്ള നീറ്റ് എക്സാം ഹാളിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ഉറപ്പാണ് മക്കളെ, ഒരു കാരണവശാലും നിങ്ങൾക്ക് നീറ്റ് എക്സാം ഒരു പുതിയൊരു സംഭവമായി തോന്നില്ല. നിങ്ങൾക്ക് വളരെയധികം ശീലമുള്ള, നിങ്ങൾക്ക് വളരെയധികം പരിചയമുള്ള ഒരു സ്ഥാനത്തിലേക്കാണ് പോവുക. അത്രയധികം അടിപൊളിയായിട്ടാണ് നമ്മൾ ഈ ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. സോ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് ഡോപ്പ ക്യാപ്സ്യൂൾ നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, നേരെ വരിക, ഡോപ്പ ക്യാപ്സ്യൂളിലേക്ക് അഡ്മിഷൻ എടുക്കുക. സോ ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ കോഴ്സ് വേറെ ഒരു സ്ഥലത്തും വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഒരിക്കലും പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ഡോപ്പയിലുള്ള ഓരോ ഡോക്ടേഴ്സിന്റെയും വാക്കാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമ്മുടെ അഡ്മിഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ പുതിയ മെന്റേഴ്സ്, ഒരുപാട് ഡോക്ടേഴ്സ് നിങ്ങളെ ഓരോരുത്തരെയും മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ഇതൊരിക്കലും ഒരു സിമ്പിൾ സ്റ്റെപ്പ് അല്ല, ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് റിസൾട്ട് ഓറിയന്റഡ് ആയി അടുത്ത വർഷം റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ട്രാറ്റജീസ് ആണ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പറുകളിൽ ഇപ്പോൾ തന്നെ വിളിക്കുക ആൻഡ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ബുക്ക് ചെയ്യുക. വളരെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വളരെ വലിയൊരു ലോകമാണ്, നിങ്ങളുടെ ഫ്യൂച്ചറാണ്. കം ലെറ്റ്സ് ക്രാക്ക് ടുഗദർ.